വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡ് ഒരു കമ്പനി അനൗൺസ് ചെയ്യുന്ന ഡിവിഡൻസിനെ കുറിച്ചും അതുപോലെ ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് ഈൽഡിനെ കുറിച്ചുമാണ്. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം അങ്ങ് പൂട്ടിപ്പോവാണ്, അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് പേഴ്സണലി ആർക്കും വാങ്ങിക്കാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറയുന്നത് ആ കമ്പനി വല്ല ഡിവിഡൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ്. സോ ഡിവിഡൻ ഈൽഡും ഏർണിംഗ്സ് ഈൽഡും ഒക്കെ എന്താണെന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിവിഡൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിൽ ഡിവിഡൻറ്റിനെയും ഡിവിഡൻ ഈൽഡ്സിനെയും ഡിവിഡൻ ടൈപ്സിനെയും ഡിഫറെൻറ്റ് ഡിവിഡൻ ഡേറ്റ്സിനെയും പറ്റിയും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ആ എപ്പിസോഡ് കാണുക. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് ആ കമ്പനി ഡിവിഡൻസ് വല്ലതും അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, ഒരു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഷെയർ ഹോൾഡറിനും എത്ര രൂപ കിട്ടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഈ സീരീസിൽ ബുക്ക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഡിവിഡൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എത്ര രൂപയാണോ അത് ഡിവൈഡഡ് ബൈ ആ കമ്പനിയുടെ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ, ITCയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയും അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1000% ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഓരോ ഷെയറിനും 10 രൂപയാണ്. കാരണം ITCയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. സോ 1 രൂപയുടെ 1000% എന്ന് പറഞ്ഞാൽ 10 രൂപ വരും. സോ നിങ്ങളുടെ കയ്യിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയായിരിക്കും ഡിവിഡൻഡായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ITCയുടെ ഡിവിഡൻ ഈൽഡ് എന്ന് പറയുന്നത് ആ 10 രൂപ ഡിവൈഡഡ് ബൈ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് ആയ 200ൻ്റെ പെർസെൻറ്റേജ് ആണ്. സോ 5% ആയിരിക്കും ITCയുടെ ഡിവിഡൻ ഈൽഡ് എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻ ഈൽഡിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരിക്കലും ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോയി വാങ്ങിക്കരുത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡിവിഡൻസ് പേ ചെയ്യുന്നത് കമ്പനിയുടെ റിസർവ്സിൽ നിന്നാണ്. സോ കമ്പനി ഡിവിഡൻസ് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കമ്പനിയുടെ റിസർവ്സ് അത്രയും തന്നെ കുറയുകയും ചെയ്യും. സോ സ്റ്റോക്ക് പ്രൈസിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കാണുകയും ചെയ്യാം. സോ ITC തന്നെയാണെങ്കിൽ അവരുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 റുപ്പീസ് ആണ്. സോ അവർ 10 രൂപ ഡിവിഡൻഡ് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ് ആവും. സോ നിങ്ങൾ ഡിവിഡൻഡായിട്ട് ഏൺ ചെയ്ത അത്രയും രൂപ തന്നെ ക്യാപിറ്റൽ ലോസ് സംഭവിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൺയൂഷ്വലി ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്സിനെ അവോയ്ഡ് ചെയ്യുക. ഒരു ഹ്യൂജ് ഡെപ്റ്റോ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയോ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ ഹ്യൂജ് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡിവിഡൻഡ് ഈൽഡ് ട്രാപ്പ് ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഓയിലിൻ്റെയും ONGCയും കോളിൻ്റെയും RECയും PFCയും ഒക്കെ. ഈ സ്റ്റോക്സൊക്കെ 10 ഇയർ ലോസിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസിനൊക്കെ ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏർണിംഗ്സ് ഈൽഡിനെ കുറിച്ചാണ്. ഒരു ഇൻവെസ്റ്റർ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ കൺട്രിയിൽ ഏറ്റവും സേഫായിട്ട് കിട്ടുന്ന റിട്ടേണിനെ ബീറ്റ് ചെയ്യാനായിട്ടാണ്. അത് യൂഷ്വലി ആ കൺട്രിയിലെ ഗവൺമെൻറ് ബോണ്ട്സിൻ്റെ ഈൽഡാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഏർണിംഗ്സ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ EPS ഡിവൈഡഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. സോ ഏർണിംഗ്സ് ഈൽഡ് എന്ന് പറഞ്ഞാൽ PE റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ്. ഇനി ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ പെർസെൻറ്റേജ് ചെക്ക് ചെയ്താലും മതി. അതുപോലെ ഏർണിംഗ്സ് ഈൽഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പറേറ്റിംഗ് ലെവലിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ എൻ്റർപ്രൈസ് വാല്യൂ ആണ്. ഇനി എന്തിനാണ് ഏർണിംഗ്സ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബോൺസിൻ്റെ റിട്ടേണിനെ ബീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. കാരണം നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ സ്റ്റോക്ക് പ്രൈസ് കയറുകയാണെങ്കിൽ ആ ഗെയിൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് പേപ്പർ ഗെയിൻസ് മാത്രമാണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും മുകളിലോട്ടും താഴോട്ടും പോകാം. പക്ഷേ ആ കമ്പനിയുടെ ഏർണിംഗ്സ് ഈൽഡ് കൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇന്ത്യയിലെ 10 ഇയർ ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത് അറൗണ്ട് 6% ആണ്. സോ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഏർണിംഗ്സ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് 6% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡ് 2 റിട്ടേൺസിനെ പറ്റിയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും. സോ ആ ടേംസ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.